ഹീൽ യുവർ ലൈഫിന്റെ രണ്ടാമത്തെ സെഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് സെഷനിൽ നമ്മൾ പ്രാണയെ കുറിച്ച് പറഞ്ഞു. പ്രാണ അല്ലെങ്കിൽ ലൈഫ് എനർജി. ആ ലൈഫ് എനർജി എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രാണൻ ഉണ്ടെന്നുള്ളത് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാം. അതേപോലെ തന്നെ പ്രാണന്റെ സ്രോതസ്സുകൾ എന്തൊക്കെയാണ്, സോഴ്സസ് ഓഫ് പ്രാണ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതേപോലെ പ്രാണിക് ഹീലിംഗിന്റെ രണ്ട് അടിസ്ഥാന നിയമങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് എനർജി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് റിക്കവറി. പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് റിക്കവറി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് എനർജി. ശരീരത്തിന് സ്വയം സുഖപ്പെടാനുള്ള കഴിവുണ്ട് ഒരു പരിധി വരെ എന്നും, അതേപോലെ ശരീരത്തിൽ ജീവശക്തി അല്ലെങ്കിൽ പ്രാണശക്തി ഉണ്ടെന്നും, ആ പ്രാണശക്തി വർദ്ധിക്കുമ്പോൾ സുഖപ്പെടാനുള്ള കഴിവ് വർദ്ധിക്കുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് പ്രാണിക് ഹീലിംഗ് എന്ന് നമ്മൾ പറഞ്ഞു. ട്രാൻസ്ഫറൻസ് ഓഫ് പ്രാണ. രോഗിയിലേക്ക് പ്രാണ അല്ലെങ്കിൽ ലൈഫ് എനർജി ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് രോഗിയുടെ ശരീരത്തിലെ സുഖപ്പെടാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കുകയാണ് പ്രാണിക് ഹീലിംഗിലൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പ്രാണയുടെ സോഴ്സസ് എന്തൊക്കെയാണെന്ന്, സൂര്യപ്രകാശത്തിൽ നിന്ന്, വായുവിൽ നിന്ന്, ഭൂമിയിൽ നിന്ന്, സസ്യങ്ങളിൽ നിന്ന്, ജലത്തിൽ നിന്നൊക്കെ നമുക്ക് പ്രാണശക്തി ലഭിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എങ്ങനെയാണ് പ്രാണിക് ഹീലിംഗ് വഴി നമുക്ക് ശാരീരികമായ രോഗങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഈ പ്രാണ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ശരീരത്തെ സുഖപ്പെടുത്താൻ സാധിക്കും, നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നമ്മുടെ ശരീരത്തിന്റെ രണ്ട് അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിന് ഊർജം അല്ലെങ്കിൽ പ്രാണ ശരീരത്തിലുണ്ട് പറഞ്ഞു. ഓക്കെ, ഈ പ്രാണ കൊണ്ട് സർവൈവ് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് പ്രാണമയ കോശം. ഭൗതിക ശരീരത്തെ അന്നമയ കോശം എന്ന് വിളിക്കാം. ഇത് അന്നം കൊണ്ട് നിലനിൽക്കുന്നതാണെങ്കിൽ മറ്റത് പ്രാണമയ കോശം പറയും. ഇവിടെ നമ്മൾ പറയാണ് നമ്മുടെ ഭൗതിക ശരീരത്തിന്റെ രണ്ട് അവസ്ഥകളെ കുറിച്ച്. ഫിസിക്കൽ ആൻഡ് എനർജി ബോഡി. ഫിസിക്കൽ ആൻഡ് എനർജി ബോഡി എന്നുള്ളതിന് നമ്മൾ ഇങ്ങനെ പറയും, വിസിബിൾ ഫിസിക്കൽ ബോഡി ആൻഡ് ഇൻവിസിബിൾ എനർജി ബോഡി. ദൃശ്യ ഭൗതിക ശരീരവും അദൃശ്യ ഊർജ ശരീരവും. അദൃശ്യ ഊർജ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി പുറത്തേക്ക് വ്യാപിച്ചിരിക്കുന്ന പ്രകാശത്തിന്റെ മണ്ഡലമാണ്. അപ്പൊ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ നമുക്കൊരു ഭൗതിക ശരീരം മാത്രമല്ല, ആ ഭൗതിക ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി പുറത്തേക്ക് വ്യാപിച്ചിരിക്കുന്ന ഒരു ഊർജ മണ്ഡലം കൂടെ ഉണ്ട്. ആ ഊർജ മണ്ഡലത്തിന് എനർജി ബോഡി എന്ന് പറയാം. എനർജി ബോഡി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് രണ്ട് അവസ്ഥകളുണ്ട്, ദൃശ്യ ഭൗതിക ശരീരവും അദൃശ്യ ഊർജ ശരീരവും. ഈ ദൃശ്യ ഭൗതിക ശരീരത്തെ നമ്മൾ ഭൗതിക ശരീരം എന്നും അദൃശ്യ ശരീരത്തെ ഊർജ ശരീരം എന്നും പറയുമ്പോൾ നമുക്ക് ഒരു ഭൗതിക ശരീരവും ഊർജ ശരീരവും ഉണ്ടെന്ന് പറയാം. ഫിസിക്കൽ ആൻഡ് എനർജി ബോഡി. ഫിസിക്കൽ ബോഡി ആൻഡ് എനർജി ബോഡി. 1939 റഷ്യൻ സയന്റിസ്റ്റ് ഡോക്ടർ സെമിയോൺ ഡാവിഡോവിച്ച് കിർലിയൻ പറയുന്ന സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ കിർലിയൻ ഫോട്ടോഗ്രഫി പറയുന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് ഈ എനർജി ബോഡി എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ആദ്യമായിട്ട് തെളിയിച്ചത്. ഇന്ന് അതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ GDV ക്യാമറ, ഗ്യാസ് ഡിസ്ചാർജ് വിഷ്വലൈസേഷൻ പറയുന്ന ടെക്നോളജി, അതുവഴിയുള്ള GDV ക്യാമറ വഴി ഇന്ന് നമുക്ക് അതിന്റെ അഡ്വാൻസ്ഡ് ഫോട്ടോഗ്രാഫി അവൈലബിൾ ആണ്. നിങ്ങൾ ഗൂഗിളിൽ GDV ഇമേജ് അല്ലെങ്കിൽ GDV ക്യാമറ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇങ്ങനെ നമ്മുടെ ഭൗതിക ശരീരത്തിന് ഒരു അദൃശ്യതലം അല്ലെങ്കിൽ ഒരു ഊർജ ശരീരം കൂടെ ഉണ്ടെന്ന് പറയും. സോ ആ ഊർജ ശരീരത്തിന്റെ ഭാഗങ്ങളാണ് ചക്രകൾ. ഈ ചക്രകളാണ് ഊർജ കേന്ദ്രങ്ങൾ. ഈ ഊർജ കേന്ദ്രങ്ങളാണ് ചുറ്റും നിന്നും ഊർജത്തെ സ്വീകരിച്ച് നമ്മുടെ ഭൗതിക ശരീരത്തിലേക്ക് നൽകുന്നത്, ഭൗതിക ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്, അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്, ഭൗതിക ശരീരത്തിനെ ഊർജവൽക്കരിക്കുന്നത്, എനർജൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട നിയമമാണ് ലോ ഓഫ് കറസ്പോണ്ടൻസ്. ലോ ഓഫ് കറസ്പോണ്ടൻസ് പറയണം, എന്താണോ ഭൗതിക ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളൊക്കെ ഊർജ ശരീരത്തിൽ പ്രകടമാവും. അതേപോലെ ഊർജ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഭൗതിക ശരീരത്തിലും പ്രകടമാവുന്നു. ഉദാഹരണത്തിന് ഇത് നമ്മുടെ ഭൗതിക ശരീരമാണ്. ഈ ഭൗതിക ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ ആ അസുഖം ഊർജ ശരീരത്തിലും പ്രകടമാവും. ബോഡിക്ക് അകത്തും പുറത്തുമായിട്ട് വ്യാപിച്ചിരിക്കുന്ന ഊർജ ശരീരത്തിലും ആ അസുഖം പ്രകടമാവും. അതേപോലെ ഈ ഊർജ ശരീരത്തിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ ഭൗതിക ശരീരത്തിനെയും ബാധിക്കും. ഊർജ ശരീരത്തിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ ഭൗതിക ശരീരത്തെയും ബാധിക്കും. ഇനി ഈ ഊർജ ശരീരം സുഖപ്പെട്ടാലോ, ഭൗതിക ശരീരം സുഖപ്പെട്ടാൽ ഊർജ ശരീരം സുഖപ്പെടും. അതേപോലെ ഊർജ ശരീരം സുഖപ്പെട്ടാൽ
ഭൗതിക ശരീരവും സുഖപ്പെടും. ഇതാണ് ലോ ഓഫ് കറസ്പോണ്ടൻസ് പറയുന്നത്. ലോ ഓഫ് കറസ്പോണ്ടൻസ് പറയാണ് ഭൗതിക ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഊർജ്ജ ശരീരത്തിലും ഊർജ്ജ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഭൗതിക ശരീരത്തിലും പ്രകടമാകുന്നു. ഓക്കെ, നമുക്ക് സ്ക്രീനിൽ നോക്കാം. ഒരു രോഗം വരുന്ന സമയത്ത് എങ്ങനെയാണ് ഭൗതിക ശരീരത്തിൽ വരുന്ന രോഗം ഊർജ്ജ ശരീരത്തെ ബാധിക്കുന്നത്? ഭൗതിക ശരീരത്തിൽ വരുന്ന രോഗം എങ്ങനെ ഊർജ്ജ ശരീരത്തെ ബാധിക്കുന്നു? ഇത് മുട്ടുവേദന ഉള്ള ഒരാളുടെ ഇമേജാണ് കാണിച്ചിരിക്കുന്നത്. ഇത് അനിമേറ്റഡ് ആണ്. സോ നമുക്ക് അവരുടെ ഭൗതിക ശരീരവും കാണാം, ഊർജ്ജ ശരീരവും കാണാം. ബോഡിക്ക് ചുറ്റിലാണ് നമ്മൾ കാണുന്നത്, യഥാർത്ഥത്തിൽ അത് ബോഡിക്ക് അകത്തുമുണ്ട്. സോ മുട്ടുവേദന ഉള്ള ഒരാൾക്ക് മുട്ടിന് വേദന ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ ഇതേപോലെ ഊർജ്ജ ശരീരത്തില്, മുട്ടിന്റെ ഭാഗത്ത് വരുന്ന ഊർജ്ജ ശരീരത്തില് രോഗോർജം കൊണ്ട് നിറഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ ഭൗതിക ശരീരത്തിൽ നമ്മൾ രോഗം എന്ന് വിളിക്കുമ്പോൾ ഊർജ്ജ ശരീരത്തിലുള്ള ആ രോഗത്തിന്റെ അവസ്ഥയെ രോഗോർജം എന്ന് വിളിക്കുക, രോഗോർജം. അപ്പൊ ഇങ്ങനെ വേദന ഉള്ള ഒരു ഭാഗം അല്ലെങ്കിൽ അസുഖമുള്ള ഒരു ഭാഗത്തെ എനർജി ബോഡി അല്ലെങ്കിൽ ഊർജ്ജ ശരീരം രോഗോർജം കൊണ്ട് നിറഞ്ഞിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഊർജ്ജ ശരീരം സുഖപ്പെടുമ്പോൾ ഭൗതിക ശരീരം സുഖപ്പെടുന്നു. പ്രാണിക് ഹീലിംഗ് നമ്മൾ ചെയ്യുന്നത് ആ ഭാഗത്ത് നിന്നും രോഗോർജത്തെ നീക്കം ചെയ്യാം. രോഗോർജത്തെ നീക്കം ചെയ്ത് ആ ഭാഗത്തേക്ക് നല്ല ഊർജത്തെ നൽകും. നല്ല ഊർജത്തെ നൽകി ആ ഊർജ്ജ ശരീരത്തെ സുഖപ്പെടുത്തും. അങ്ങനെ ഊർജ്ജ ശരീരത്തെ സുഖപ്പെടുത്തുമ്പോൾ ഭൗതിക ശരീരം സുഖപ്പെടും. ഇതാണ് പ്രാണിക് ഹീലിംഗിന്റെ നിയമം. പ്രാണിക് ഹീലിംഗിന്റെ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കറസ്പോണ്ടൻസ്. ലോ ഓഫ് കറസ്പോണ്ടൻസ് എന്താണ് ഊർജ്ജ ശരീരത്തിൽ ഉണ്ടാവുന്നത്, ആ മാറ്റം ഭൗതിക ശരീരത്തിൽ പ്രകടമാകുന്നത്. ഇനി ഇപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും വേദനകളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിസാരമായ പ്രയാസങ്ങളാണോ ഈ ഹീലിംഗിലൂടെ സുഖപ്പെടുത്താൻ സാധിക്കുക? ഗുരുതരമായ രോഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഗുരുതരമായ രോഗങ്ങൾക്ക് നമ്മുടെ ആന്തരിക അവയവങ്ങളെയോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിച്ചിരിക്കുന്ന രോഗങ്ങളെ ചികിത്സിക്കുന്നത് നമ്മൾ ചക്രകളിൽ ഹീലിംഗ് ചെയ്തുകൊണ്ടാണ്. ഈ ചക്രകളിൽ ഉണ്ടാവുന്ന മാറ്റം ആ ചക്രകളാൽ നിയന്ത്രിക്കപ്പെടുന്ന അവയവങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അവയവത്തിന് രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അത് ചക്രകളിൽ പ്രകടമാവും. സോ ചക്രകളെ ഹീൽ ചെയ്യുന്നത് വഴി നമുക്ക് അവയവത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും ഊർജ്ജവൽക്കരിക്കാനും അല്ലെങ്കിൽ അത് ശരിയായ വണ്ണം നടക്കുന്നു എന്ന് ഉറപ്പിക്കാനും സാധിക്കും. സോ ഗുരുതരമായ രോഗങ്ങളൊക്കെ ഇങ്ങനെയാണ് ചികിത്സിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഒരു ഡെമോ, എങ്ങനെയാണ് ഊർജ്ജ ശരീരം സുഖപ്പെടുമ്പോൾ ഭൗതിക ശരീരം സുഖപ്പെടുന്നത് എന്നുള്ള ഒരു ഡെമോ കാണിക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരിൽ ആരിലെങ്കിലും ബോഡിയിൽ എവിടെയെങ്കിലും വേദന ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്ന് പറയാം. നിങ്ങൾ അവർ നിർബന്ധമായിട്ടും വീഡിയോ ഓൺ ചെയ്തിരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ശരീരഭാഗത്ത് എവിടെയെങ്കിലും ഇപ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ അതൊന്ന് പറയാം. നമുക്ക് എങ്ങനെ ഈ ഹീലിംഗ് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ ഭൗതിക ശരീരം തൊടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രാണിക് ഹീലിംഗ് നമുക്ക് അടുത്തുള്ള രോഗികളെ ഹീൽ ചെയ്യുന്ന പോലെ തന്നെ ദൂരെയുള്ള രോഗികളെ ഹീൽ ചെയ്യും. സോ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ആരെങ്കിലും തയ്യാറാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഡിസ്റ്റന്റ് ഹീലിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഊർജ്ജ ശരീരത്തെ ദൂരെ നിന്ന് ഹീൽ ചെയ്തുകൊണ്ട് എങ്ങനെ ഭൗതിക ശരീരത്തിലെ രോഗാവസ്ഥ മാറ്റാം അല്ലെങ്കിൽ ഭൗതിക ശരീരത്തെ സുഖപ്പെടുത്താം എന്നുള്ള ഒരു ഡെമോ കാണിക്കാം. ഇരിക്കുന്നതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വേദനയോ പ്രയാസമോ ഇപ്പൊ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയാം. ആർക്കുമില്ല? ഓക്കെ, സോ നിങ്ങൾക്ക് അറിയണ്ട എങ്ങനെയാണ് ഡിസ്റ്റന്റ് ആയിട്ട് ഹീലിംഗ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നില്ല. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ വീഡിയോ ഒന്ന് ഓൺ ചെയ്യണം. എനിക്ക് നിങ്ങൾ ആരാണെന്നൊന്ന് കാണണം. നിങ്ങളുടെ പേര് പറയണം. പേര് ഓൾറെഡി ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഏത് ശരീരഭാഗത്ത് എവിടെയാണ് വേദന എന്ന് പറയുകയേ കൊണ്ടുള്ളൂ. ഡ്രസ്സ് മാറ്റി ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് നിങ്ങൾ അവിടെ ഇരിക്കുകയേ കൊണ്ടുള്ളൂ. ആർക്കെങ്കിലും മുട്ടുവേദനയോ നടുവേദനയോ ഷോൾഡർ പെയിനോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ പറയാം. ഇപ്പം വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ? അല്ല, പറ്റുന്നുണ്ട്. ആരുമില്ല.
അപ്പൊ ആർക്കും ഡെമോ കാണണ്ട, ഡെമോൺസ്ട്രേഷൻ അറിയണ്ട. ഓക്കെ. സർ ഫിസിക്കൽ പെയിൻ ആണോ ഉദ്ദേശിക്കുന്നത്? ഇമോഷണലി ആണെങ്കിൽ കുഴപ്പമുണ്ടോ? ഫിസിക്കൽ പെയിൻ ആണ് നമുക്ക് ആദ്യത്തിൽ നല്ലത്. കാരണം അവർക്ക് ആ ഒരു വേരിയേഷൻ ഒക്കെ അറിയാൻ നല്ലത് ഫിസിക്കൽ പെയിൻ ആയിരിക്കും. ഓക്കെ. അതിനർത്ഥം ഇമോഷണൽ ഹീലിംഗ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടാനും. ഇപ്പൊ വേദനകളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി ഒക്കെ അവരോട് ചോദിക്കാം. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി മാറ്റമുണ്ടോന്നൊക്കെ അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ദിരാ ജനാർദ്ദനൻ. പ്രാണി ഹീലിംഗ് പഠിക്കാത്ത ആൾക്കാരായിരിക്കണേ. യെസ്, പറയൂ. ഹലോ. യാ, നമസ്തേ, പറയൂ. കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. ഹലോ. കേൾക്കാം, പറയുന്നത് കേൾക്കാം. കേൾക്കാമെങ്കിൽ എനിക്ക് നടുവേദനയുണ്ട്. ഇപ്പൊ വേദന ഉണ്ടോ? എന്നാ എനിക്ക് നടുവേദനയുണ്ട്. ഇപ്പൊ വേദനിക്കുന്നുണ്ടോ മാം? ഇപ്പൊ വേദനയുണ്ട്. ഓക്കെ. ബെൻഡ് ചെയ്യുമ്പോഴൊക്കെ, വെറുതെ ഇരിക്കുമ്പോഴുണ്ട്? വെറുതെ ഇരിക്കുമ്പോഴുണ്ട്. ഓക്കെ. ബെൻഡ് ചെയ്യുമ്പോഴൊക്കെ കൂടുവോ? ബെൻഡ് ചെയ്യുമ്പോ കൂടും. ബെൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? കുറെ നേരം ഇങ്ങനെ പാത്രം കഴുകുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കൂടും. ഓക്കെ, ഓക്കെ. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഉണ്ട് അല്ലേ? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. നടുവേദനയുണ്ട്. എത്ര കാലമായിട്ടുണ്ട്? എനിക്ക് ഓൺ ആൻഡ് ഓഫ് വരാറുണ്ട്. ഇടയ്ക്ക് എന്റെ നാട്ടിൽ ഓപ്പറേഷൻ ചെയ്തതായിരുന്നു 91-ല്. ഓക്കെ. അപ്പം ഇതിപ്പോ ഈ അടുത്തിടെയായിട്ടാണ് എനിക്കൊരു സ്റ്റിഫ്നെസ്സും വേദനയൊക്കെ തുടങ്ങിയത്. എക്സാക്ട് നട്ടെല്ലിന്റെ ഭാഗത്ത് തന്നെയാണോ, മധ്യഭാഗത്താണോ, ഓക്കെ, ആ ഭാഗത്ത് തന്നെയാണ് പെയിൻ ഉള്ളത്, വശങ്ങളിലേക്കല്ല, ഇടതു ഭാഗത്തേക്കോ വലതു ഭാഗത്തേക്കോ അല്ല, നട്ടെല്ലിൽ തന്നെയാണ്? അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇടതു ഭാഗത്തേക്കുണ്ട്. ഇടതു ഭാഗത്തേക്കാണ് പെയിൻ ഉള്ളത് അല്ലേ? നിങ്ങളെ ഫോട്ടോ ഒന്ന് മുഖം കാണണം, അപ്പൊ ആളെ കാണണം നമുക്ക് ഹീൽ ചെയ്യണമെങ്കിൽ. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. നിങ്ങൾ വീഡിയോ ഒന്ന് ഓൺ ചെയ്യണം. ഓക്കെ. ഹലോ. ഓക്കെ, താങ്ക് യു. സോ ഇനി നിങ്ങൾ വേണ്ടതൊന്ന് കൈ തുറന്നിരിക്കേ ഉള്ളൂ, കൈ മലർത്തി വെച്ചിരിക്കാം. ഓക്കെ. ജസ്റ്റ് നിങ്ങൾ ഈ ഹീലിംഗ് റിസീവ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇന്റൻഷനിൽ ഇരുന്നാണ്. ഓക്കെ. സോ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പെയിന്റ് ഇന്റൻസിറ്റി നിങ്ങൾക്ക് അറിയാം. നമ്മളൊരു നമ്മളൊരു 3-4 മിനിറ്റ് ഹീൽ ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുക എങ്ങനെയാ പെയിൻ ഉള്ളത്. ഓക്കെ. സോ നമ്മൾ സ്ക്രീനിൽ കണ്ട പോലെ ഞാൻ ഡിസ്റ്റന്റ് ആയിട്ടാണ് ഇപ്പോൾ ആ ഹീലിംഗ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. മാം ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോ കുറച്ച് അവിടെ ഹീൽ ചെയ്തു, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക എപ്പോഴെങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ പെയിൻ അറിയുന്നത് എന്നുള്ളത്. ഒരു ചെറിയ മാറ്റം തോന്നിയല്ലോ. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് പെയിൻ തോന്നുന്നുണ്ടോ അവിടെ? ഇല്ല. ഇല്ല. അപ്പൊ ചെറിയ മാറ്റാണോ? അതെ. പെയിൻ ഇല്ല പറഞ്ഞ ചെറിയ മാറ്റാണോ? പെയിൻ ഇല്ലാന്ന് പറഞ്ഞത് പെട്ടെന്ന് ഇല്ല എന്നൊരു തോന്നലുണ്ടായി. അതെ, തോന്നലല്ല, ഇപ്പൊ പെയിൻ ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ പെയിൻ ഇല്ല. അതിന് ചെറിയ മാറ്റം എന്നാണോ പറയാം? നല്ല മാറ്റം. നല്ല മാറ്റം. ഓക്കെ. ഒന്ന് ബെൻഡ് ചെയ്ത് നോക്കൂ, മെല്ലെ ഒന്ന് ബെൻഡ് ചെയ്ത് നോക്കൂ. ഒരല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മെല്ലെ ബെൻഡ് ചെയ്യുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ? അതെ. ഓക്കെ. ഒന്നും കൂടെ നോക്കാം നമുക്ക്.
ഒന്നുകൂടി ഒന്ന് വെന്റ് ചെയ്ത് നോക്കൂ. മാറി. മാറി. എത്ര സമയം എടുത്തു മാറാൻ? ഓൾമോസ്റ്റ് ഒരു മിനിറ്റ്, 2-3 minutes. 2-3 minutes. എവിടെയോ നിങ്ങൾക്ക് 2-3 മിനിറ്റ് കൊണ്ട് നിങ്ങളെ ബോഡി പോലും തൊടാതെ മരുന്ന് കഴിക്കാതെ ഇത്രയും ദൂരെ ഇരുന്നുകൊണ്ട് സുഖപ്പെടുത്താൻ സാധിക്കുക. ഇതാണ് പ്രാണിക് ഹീലിംഗ്. അതെ. ക്ലിയർ? ഓക്കെ. സോ ഈ ടെക്നിക്ക് നിങ്ങൾക്ക് 2 ദിവസത്തെ ക്ലാസ്സിലൂടെ വളരെ ലളിതമായിട്ട് ഇതേപോലെ വേറൊരാളെ സുഖപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. നേരിട്ട് ചെയ്യാം, നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാം, അതേപോലെ ഡിസ്റ്റന്റ് ആയിട്ട് ദൂരെയുള്ള ഒരാളെ. നമുക്ക് ആകെ വേണ്ടത് അവരുടെ ഫോട്ടോ മാത്രം, അവരെ അറിയാൻ വേണ്ടി ഒരു ഫോട്ടോ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത്രയും വേഗം ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഊർജ്ജ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഭൗതിക ശരീരത്തിലും, ഭൗതിക ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഊർജ്ജ ശരീരത്തിലും പ്രകടമാവുമെന്ന് പറഞ്ഞു നമ്മൾ. എന്റെ വീട്ടിലൊരു പേഷ്യന്റ് ഉണ്ട് ഇപ്പൊ. പുള്ളിക്കാരിക്ക് ജോണ്ടിസ് ആണ്. ഏതാണ്? ജോണ്ടിസ്. ഓക്കെ. ഇപ്പൊ നമുക്ക് ഹീലിംഗിന്റെ സമയമല്ല, ഇത് ഡെമോ ചെയ്യാനായിരുന്നു. നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. സോ നിങ്ങൾ ഹീലിംഗ് ആവശ്യമുള്ള ആൾക്കാർക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഡെമോ കാണിക്കാനായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. ഇനി പലരും ചോദിക്കും, ഇത് പെർമനന്റ് ആണോ ഈ മാറ്റം എന്നുള്ളത്? 100% പെർമനന്റ് ആയിക്കൊള്ളണം എന്നില്ല. കാരണം അവർക്ക് കാലപ്പഴക്കമുള്ള രോഗമാണെങ്കിൽ ഈ ഒരു സെഷൻ മാത്രം മതിയാവില്ല. കുറച്ച് കൂടുതൽ സമയം അവർക്ക് ഹീൽ ചെയ്യേണ്ടതായിട്ട് വരും. മാത്രമല്ല അവരുടെ ഹീലിംഗിൽ ഞാൻ അവരെ ആ നട്ടലിന്റെ ഒരു ഭാഗം മാത്രമേ ഇപ്പൊ ഹീൽ ചെയ്തിട്ടുള്ളൂ. ശരിക്കും നട്ടലിനെ നിയന്ത്രിക്കുന്ന ചക്രകൾ, അതേപോലെ നമ്മുടെ അസ്ഥി വ്യൂഹത്തെയും പേശി വ്യൂഹത്തെയും നിയന്ത്രിക്കുന്ന ചക്രകൾ, ഇതെല്ലാം ഹീൽ ചെയ്യണം. അങ്ങനെ മുഴുവൻ പ്രൊസീജിയർ ചെയ്യുമ്പോഴാണ് പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുക. അതിനർത്ഥം ഇതുവഴി മാറില്ല എന്നല്ല. ഇത് മേ ബി ഇത് താൽക്കാലികമാവാം. പക്ഷെ പെർമനന്റ് ആക്കാൻ നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് സെഷൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ? സോ ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം ആർക്കെങ്കിലും. ഇത് സാറിന് കൈവന്നിട്ട് എത്ര വർഷമായി? ഇത് 2 ദിവസം കൊണ്ട് ആർക്കും കൈവരും ഈ കഴിവ്. 2 ദിവസം അറ്റൻഡ് ചെയ്തവർ ആർക്കും ചെയ്യാം. അത്രേ ആവശ്യമുള്ളൂ. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. സോ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ പ്രാണിക് ഹീലിംഗിൽ അല്ലെങ്കിൽ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ സ്വയം ഇതേപോലെ ലളിതമായ മാർഗത്തിലൂടെ നമ്മൾ സുഖപ്പെടുത്താം, അതേപോലെ മറ്റൊരാളെ നമുക്ക് എങ്ങനെ സുഖപ്പെടുത്താം, അതേപോലെ ദൂരെ ഇരിക്കുന്ന ഒരാളെ എങ്ങനെ ഇതേപോലെ നമുക്ക് ദൂരെ നിന്നുകൊണ്ട് സുഖപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ. സോ നിങ്ങൾ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വരും ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് കോഴ്സ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കോഴിക്കോട് വെച്ച് കോഴ്സ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കേരളത്തിൽ എവിടെയും നിങ്ങൾ പ്രാണിക് ഹീലിംഗ് ചികിത്സയ്ക്കും അതേപോലെ പ്രാണിക് ഹീലിംഗ് പഠനങ്ങൾക്കുമായിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഗുരുതരമായ രോഗങ്ങൾ ഓൾറെഡി മറ്റ് മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് അവരൊരിക്കലും നിലവിലുള്ള അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചികിത്സ നിർത്തുകയൊന്നും ആവശ്യമില്ല. അവർക്ക് അതിന്റെ കൂടെ തന്നെ ഈ പ്രാണിക് ഹീലിംഗ് ചെയ്യാവുന്നതും ആണ്. ഓക്കെ. സോ ഇന്നത്തെ സെഷൻ നമ്മൾ ഈ ഡെമോയിൽ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അടുത്ത സെഷനിൽ മുതൽ നമ്മൾ ചില പ്രാക്ടീസുകൾ ചെയ്യും. എങ്ങനെ നമുക്ക് നമ്മളുടെ ഊർജ്ജ നിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ശാരീരികമായിട്ടുള്ള രോഗങ്ങളെ സുഖപ്പെടുത്താം, അതേപോലെ കൂടുതൽ നല്ല ശാരീരികമായിട്ടുള്ള ഊർജവും അതേപോലെ എങ്ങനെ കൂടുതൽ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഉല്ലാസവും ഒക്കെ ആർജിക്കാം എന്നുള്ളതിനെ പറ്റി നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ. സോ
ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു വെരി മച്ച്. നമസ്തേ. അടുത്ത സെഷനിൽ കാണാം.